ഇന്നലെ രാത്രി ജിസേൽ കുറച്ച് ഓവറായിരുന്നു ഗൈസ്. അപ്പോൾ ഇതെനിക്ക് പറയാതിരിക്കാൻ വയ്യ. പിന്നെ അതേപോലെ തന്നെ ഓവറായിട്ടുള്ള 1-2 ആൾക്കാരെ കുറിച്ചും കൂടി പറയാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുമ്പം റിക്വസ്റ്റ് ചെയ്യുകയാണ്, ദയവായിട്ട് നല്ല ആവശ്യത്തിന് എന്നാൽ എല്ലാവർക്കും വായിക്കാൻ പറ്റുന്ന രീതിയിൽ എഴുതുക. മീൻസ് തെറി ഉപയോഗിക്കാതിരിക്കുക. മീൻസ് ക്രിറ്റിസിസം, ഹെൽത്തി ക്രിറ്റിസിസം ആവശ്യമാണ്. ക്രിറ്റിസിസം ആവശ്യമാണല്ലോ. അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നാടായതുകൊണ്ട് നമുക്ക് അഭിപ്രായങ്ങൾ ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തെറി വിളിക്കാതിരിക്കുക. ഫേക്ക് ഐഡിയിൽ നിന്ന് നിങ്ങൾ തെറി വിളിച്ചാലും ഇന്നത്തെ കാലത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തുമൊന്നുമല്ല. നിങ്ങൾക്ക് വിളിക്കാം, പക്ഷെ എന്നാലും നിങ്ങളുടെ മാന്യതയാണ് പോണത്. ഞാൻ ഈ തെറി എല്ലാം കൂടി എടുത്തു വെച്ച്, ഞാൻ ഓരോ ഐഡിയും എടുത്തു വെച്ച് ഞാൻ എല്ലാ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കും. എന്നിട്ട് ഞാൻ വീഡിയോ ഇടും. അപ്പോൾ എനിക്ക് കൂടുതൽ കണ്ടന്റ് നിങ്ങൾ തരും. അപ്പോൾ അത് ആരാണോ തെറി വിളിക്കുന്നത് നോക്കിയിട്ട് ആ വ്യക്തികൾക്കായിരിക്കും മോശമാവുന്നത്. അപ്പോൾ അതും കൂടി ഒന്നും മനസ്സിലാക്കാം. അപ്പോൾ ഗൈസ്, വീണ്ടും ഞാൻ പറയുകയാണ്, എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നലെ രാത്രി ജിസേൽ കുറച്ച് ഓവറായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ അനുമോള് കിച്ചണിൽ നിൽക്കുന്ന ഒരു 11 മണി, ഒരു 10:45 ആയി കാണും. ജിസേൽ കാപ്പി ഇട്ട് കുടിച്ചു, സ്വന്തമായിട്ട് കാപ്പി ഇട്ട് കുടിച്ചു. ഈ കാപ്പിപ്പൊടി എന്നിട്ട് ഒളിച്ചു വെച്ചു. അപ്പം മറ്റുള്ളവരെ കുടിക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചു. അനിമോൾ വന്ന് ചോദിച്ചു, കാപ്പിപ്പൊടി കുറച്ച് തരാൻ പറഞ്ഞു. അപ്പോൾ ജിസേൽ ഒരു കാരണവശാലും കൊടുക്കില്ല. അപ്പോൾ അനിമോളും ജിസേലും തമ്മിൽ അത്ര നല്ല ടൈംസ് അല്ലല്ലോ. കാരണം എന്ന് പറഞ്ഞാൽ മേക്കപ്പ് സാധനത്തിൻ്റെ പ്രശ്നം, മേക്കപ്പ് സാധനം കണ്ടുപിടിച്ചത് ജിസേലിൻ്റെ ഉള്ളിൽ വൈരാഗ്യമായിട്ട് കിടക്കുന്നു. അനിമോളെ തിരിച്ച് കള്ളി എന്ന് വിളിച്ചത് അനിമോളുടെ ഉള്ളിലും വൈരാഗ്യമായിട്ട് കിടക്കുന്നു. പിന്നെ അനിമോള് നന്നായിട്ട് കളിക്കുന്നുണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. നല്ല അടിപൊളിയായിട്ട് അനിമോള് ഫയറാണ് കേട്ടോ. ഇപ്പോൾ ഫയറായി, നന്നായിട്ട് കളിക്കുന്നുണ്ട്. ഇൻഡിവിജ്വൽ പ്ലേ ആണ്, അതെനിക്ക് ഇഷ്ടമായി. കാരണം അങ്ങനെയാണ് കളിക്കേണ്ടത്. നമ്മൾ പെൺകുട്ടികൾ നമ്മൾ സ്ട്രോങ് ആയിരിക്കണം, എപ്പോഴും സ്ട്രോങ് ആയിരിക്കണം. നമുക്ക് പറയാനുള്ള നിലപാടുകൾ അതിന് ഏത് വമ്പൻ്റെ മുന്നിലായാലും വമ്പത്തിയുടെ മുന്നിലായാലും പറയാനുള്ള ഗട്ട്സ് ഉണ്ടാവണം. കാരണം സ്ത്രീകൾ എപ്പോഴും സ്ട്രോങ് ആണ്. പുരുഷന്മാരെക്കാട്ടിയൊക്കെ എത്രയോ 10 മടങ്ങ് സ്ട്രോങ് ആണ് സ്ത്രീകൾ എന്നറിയാം. അപ്പം ഞാനിങ്ങനെ പറയുമ്പോൾ ചില ആൾക്കാർ പറയും നമ്മൾ ഫെമിനിസ്റ്റാണ്. ഫെമിനിസവും മെയിൽസവും ഒന്നും ഇല്ല. കാരണം സ്ത്രീ എന്ന് പറയുമ്പം പുരുഷന്മാർ വളരെ സത്യം പറഞ്ഞാൽ സ്ത്രീകൾ ഭയങ്കര സാധനങ്ങളാണ്. ഭയങ്കര കോൺഫിഡൻറ്റും ഭയങ്കര സ്ട്രോങ്ങും ആയിട്ടുള്ളത് ഹ്യൂമൻ ബീങ്സിൽ സ്ത്രീകളാണെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഞാൻ കുറച്ച് സൈക്കോളജിയും പഠിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മനഃശാസ്ത്രപരമായി നോക്കിയാലും സ്ത്രീകൾക്ക് ഭയങ്കര സ്ട്രോങ് ആണ്. അവരുടെ മൈൻഡ് കുറച്ച് സ്ട്രോങ് ആണ് പുരുഷന്മാരെക്കാൾ. അപ്പോൾ പുരുഷന്മാരെന്ന് പറയുന്നത് ഈ ചുമ്മാ കിടന്ന് ഇങ്ങനെ. പിന്നെ പുരുഷന്മാർക്ക് ഡിസിഷൻ എടുക്കാനുള്ള കഴിവ് വളരെ കുറച്ച് കുറവാണ്. സ്ത്രീകൾക്ക് പുരുഷന്മാരെയും കാട്ടി ഡബിൾ എന്താ പറയുക ഡിസിഷൻ എടുക്കാനുള്ള അവർ നല്ലൊരു ഡിസിഷൻ മേക്കേഴ്സാണ് ലേഡീസ് എന്ന് പറയുന്നത്. അപ്പം എൻ്റെ കാഴ്ചപ്പാടിൽ നിന്നും എനിക്ക് തോന്നിയ കാര്യമാണ്. എല്ലാവർക്കും അങ്ങനെ തോന്നണമെന്നില്ല, ബട്ട് എൻ്റെ കാര്യമാണ്. കാരണം പുരുഷന്മാർ കുറച്ചും കൂടി സാധുക്കളാണ് പല കാര്യത്തിലും. സ്ത്രീകൾക്ക് സ്ട്രോങ് ആണെങ്കിലും അവർ കുറച്ചും കൂടി വാശിയുള്ളവരാണ്. പുരുഷന്മാർ വാശി കുറഞ്ഞ ആൾക്കാരാണ്. അതാണ് ഞാൻ ഉദ്ദേശിച്ച സാധുക്കളെന്ന്. പിന്നെ പുരുഷന്മാർക്ക് വായി തോന്നുന്നതില്ല, കോതയ്ക്ക് പാട്ടെന്ന് പറയുന്ന വായി തോന്നുന്ന വിവരക്കേട് വിളിച്ചു പറയും. അവർക്ക് പെട്ടെന്ന് ശരിയാണോ തെറ്റാണോ. കാരണം ഒരു വീട്ടിലിരിക്കുന്ന പെണ്ണും പിള്ളയെ തെറി വിളിക്കുന്ന സമയത്ത് വായി തോന്നുന്നു പറയുന്നത് പോലെയാണ് നാട്ടിൽ കണ്ട പെണ്ണുങ്ങളെയും പറയുന്നത്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. സ്ത്രീകൾ കുറച്ചും കൂടി ആലോചിച്ച് പറയുന്ന ആൾക്കാരാണ്. ഇത്രയാണ് ഞാൻ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വ്യത്യാസം പറയാൻ വേണ്ടിയിട്ടല്ല. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നലെ ജിസേലിൻ്റെ കാര്യമാണ്. അപ്പോൾ അനിമോള് ഭയങ്കര സ്ട്രോങ് ആയിട്ടോ. അപ്പോൾ ഇന്നലെ കോഫി കുടിച്ചിട്ട് അപ്പം ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേ കൊടുക്കാതിരുന്നിട്ട് നമ്മുടെ ആദിലയും നൂറയും പുറകെ നടന്ന് ഇങ്ങനെ പറയുന്നു, ഒത്തിരി കുറച്ച് കോഫി പൗഡർ കുറച്ച്. എവിടെ ജിസേൽ ഒരു കാരണവശാലും കൊടുക്കത്തില്ല. ജിസേലിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കണക്കാണ്. ജിസേലിൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് കോഫി പൗഡർ കൊണ്ടുവന്ന കണക്കാണ്. ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കോഫി പൗഡർ കൊടുക്കുന്ന എന്താണ്, കോഫി കുടിക്കുന്നവർക്ക് ഒരിത്തിരി കോഫി ഇട്ട് കുടിക്കാൻ. അപ്പോൾ അത് കൊടുക്കാത്ത ഒരവസ്ഥയിലേക്കൊക്കെ ഒളിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ ശരിയാണ്. അപ്പോൾ ആര്യന് ഭയങ്കര സ്ട്രോങ് ആയിട്ട് ജിസേലിനോട് പറയാൻ പറ്റുന്നില്ല. അതെന്താണ് കാരണം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആര്യൻ ഒരു ക്യാപ്റ്റനാണ്. ക്യാപ്റ്റൻ പഴയ ഒരു ഫ്രണ്ട്ഷിപ്പൊക്കെ അവിടെ മാറ്റി വെച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് ഇടപെടണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര്യൻ പറയണം, ജിസേൽ കോഫി പൗഡർ കിച്ചണിൽ കൊണ്ടുപോയി എന്ന് പറയണം. അത് പറയാതെ ജിസേൽ ദിസ് ഈസ് ടു മച്ച് ഇതെന്താണത്, ദിസ് ഈസ് ടു മച്ച് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ. അപ്പോൾ ഒരുമാതിരി ജിസേൽ ശൃംഗാര ഭാവത്തിൽ അങ്ങനെയുള്ള ഒരവസ്ഥ. അപ്പോൾ എനിക്കത് അത്രയ്ക്ക് നല്ലൊരു ഫെയർ ഗെയിമായിട്ട് തോന്നിയില്ല.
കാരണം നമ്മൾ എപ്പോഴും ഒരു ഒരു കാര്യം ചെയ്യുമ്പോൾ, അത് ക്യാപ്റ്റൻസി ആയാലും നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുക. അതിനിപ്പോൾ അവിടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെന്ന് വിചാരിച്ചിട്ടോ, അവിടെ ഒരു പിന്നെ നമ്മുടെ ഒരു റിലേഷൻ ഉണ്ടെന്ന് വിചാരിച്ചോ അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം. ഞാൻ അങ്ങനെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും കുറേ നേരം അങ്ങനെ തിരിച്ചു വന്നിട്ട് പറയാം, അവളെ ഞാൻ ഇപ്പോൾ ചൊറിയും, ഇപ്പം ഞാൻ സംസാരിക്കും ചൊറിയും. അപ്പോൾ ഉടനെ പറഞ്ഞ് വീണ്ടും ആരും പറഞ്ഞു ദിസ് ഈസ് ടു മച്ച്, അങ്ങനെയൊന്നും ചെയ്യണ്ട ജിസൽ എന്നൊക്കെ പറഞ്ഞു. എന്തായാലും ആദിലയും നൂറയും പുറകെ നടന്നിട്ട് ആര്യനും കൂടി വന്ന് കിച്ചണിൻ്റെ മുമ്പ്. ഇപ്പോൾ കിച്ചണിൽ അനുമോളൊന്ന് എന്തോ ചെയ്യുമായിരുന്നു. രാത്രിയായി 10:45. ഇനി അവിടെ എന്തോന്ന് എനിക്കറിയത്തില്ല. അതിന് മുമ്പ് തന്നെ ഫുഡൊക്കെ കൊടുത്ത് എല്ലാവരും ഫുഡ് കഴിച്ചു. അനുമോൾ ചപ്പാത്തിയും കറിയും ഉണ്ടാക്കി. എല്ലാവരും ഭയങ്കര ടേസ്റ്റിൽ പറഞ്ഞു. അനുമോൾ മാത്രമല്ല, അനുമോളാണ് കറി ഉണ്ടാക്കിയത്. ചപ്പാത്തി അവരെല്ലാവരും കൂടി ചേർന്ന് ഷാരിക അങ്ങനെ അവരുടെ ഒരു ടീം മുഴുവനായിട്ട്, കിച്ചൺ ടീം മുഴുവനായിട്ട് ഇന്ന് ഉണ്ടാക്കി. അങ്ങനെ എന്തായാലും അനിമോൾക്ക് അപ്പോൾ അത്രയും നേരമാണ് ഞാനൊരു കണ്ടത്. ഒരു 12 മണി വരെ അങ്ങനെയുള്ളൊരു കോൺവെർസേഷൻ ആയിരുന്നു. അപ്പോൾ കൊടുക്കില്ല. അപ്പോൾ ചൊറിയാൻ ചെന്ന ഒരാൾ അനിമോൾ വലിയ ചൊറിയാനൊന്നും പോയില്ല. അനിമോൾക്ക് അറിയായിരുന്നു ഇത് നമ്മൾ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് അനിമോൾക്ക് മനസ്സിലായതുകൊണ്ട് അനിമോൾ പറഞ്ഞു ഒരാൾക്ക് മാത്രമല്ലല്ലോ കുടിക്കേണ്ടത്, എല്ലാവർക്കും കുടിക്കണ്ടേ, എല്ലാവർക്കും കോഫി കുടിക്കാനല്ലേ ഉണ്ടാക്കുന്നത്. പറയും 4-5 പേർക്ക് 4-5 കോഫി ഇടാനുള്ള പൗഡറേ ഉള്ളൂ. 4-5 അല്ല 2 പേർക്കായാലും എല്ലാവരും കൂടിയല്ലേ, നമ്മളൊരു 10 പേര് ഒരു വീട്ടിലുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഷെയർ ചെയ്യണ്ടേ. പിന്നെ ഇവരുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാവരും കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി കണ്ടന്റ് ഉണ്ടാക്കുന്നു. ഈ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി കണ്ടന്റ് ഇടുക എന്ന് പറഞ്ഞാൽ അതൊരുമാതിരി അതിനകത്ത് ഒരു ഭയങ്കര നമുക്കതൊരു എന്താ പറയുക, അതിനൊരു കൃത്രിമത്വം, ഒരു ട്രാൻസ്പെറൻസി, നമുക്കത് കാണുന്നവർക്ക് എന്തോ ഒരു അരോചകമായിട്ട് തോന്നും. കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി കണ്ടന്റ് ഇടുക. കാരണം ഇന്നലെ ഇപ്പം നമ്മുടെ റെന ഫാത്തിമ എൻ്റെ എന്തൊരു ചീവീട് പോലെ, നമ്മുടെ പഴയ നോറയുടെ അതേ സൗണ്ടാണ് കേട്ടോ, ചീവീട് പോലെ ചലച്ചുകൊണ്ടിരിക്കും. എനിക്ക് ആ സൗണ്ട് ഇങ്ങനെ കുത്തിക്കുന്നത്. പിന്നെ അത് ഭയങ്കരമായിട്ട് നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യണം. ഇന്നലെ അതിന് മുമ്പ് തന്നെ അനീഷിൻ്റെ മുഖത്തായിരുന്നു ഇറിറ്റേഷൻ മുഴുവൻ. അതുപോലെ തന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്നലെ അനുമോളുടെ മുഖത്തോട്ടായി ഇറിറ്റേഷൻ മുഴുവൻ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇറിറ്റേറ്റഡ് പേഴ്സൺ. നമ്മൾ ആവശ്യത്തിന് വേണം, ആവശ്യത്തിൽ അധികമായി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കൺട്രോൾ കിട്ടും. എന്തെങ്കിലും സംഭവിച്ചു ഞാൻ ഇന്നലെ വിചാരിച്ചു അനുമോളിന് തല്ലങ്ങാനും കൊടുക്കും എന്നുള്ള എനിക്കൊരു പേടിയുണ്ടായിരുന്നു. അനുമോളിനി അവളെ ആ കൊഞ്ചിനെ തല്ലിയിട്ടെങ്ങാനും കയറി ഫിസിക്കൽ അസാൾട്ടിനെ പുറത്താക്കും എന്നുള്ളതുണ്ടായിരുന്നു. പക്ഷേ എന്തായാലും ഒന്നും സംഭവിച്ചില്ല. അനുമോൾ കൺട്രോൾ ചെയ്തു. അനുമോൾക്ക് ദേഷ്യം, നല്ല ദേഷ്യമുള്ള ആളാണ് കേട്ടോ. കാണുന്ന പോലെയല്ല, കാണുന്ന പോലെ ആവരുത് ഒരിക്കലും. നമ്മൾ കാണുന്ന പോലെ നമുക്ക് ദേഷ്യം വരേണ്ട സമയത്ത് ദേഷ്യം വരണം, സങ്കടം വരേണ്ട സമയത്ത് സങ്കടം വരണം. എല്ലാ ഇമോഷൻസും നമുക്ക് ഉണ്ടാവുമല്ലോ. ഒരു ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ തരത്തിലുള്ള ഇമോഷൻസും അവിടെ വർക്കൗട്ട് ആവണം. അപ്പോൾ പിന്നെ അങ്ങനെ എന്തായാലും പിന്നെ ലാസ്റ്റ് കൊടുത്തു തോന്നി. എന്തായാലും ഒരു 12 മണി വരെയൊക്കെ ഞാൻ കണ്ടു, ഒരു 11:30 വരെയൊക്കെ ഞാൻ കണ്ടു. പിന്നെ അതിനുശേഷം എനിക്ക് രാവിലെ 4:30 എഴുന്നേറ്റ് നമ്മുടെ പണി തുടങ്ങണ്ടേ, നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ ചെയ്യണ്ടേ. അപ്പോൾ അതുകാരണം ഞാൻ പിന്നെ അതൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ട് പോയി. എന്തായാലും കോഫി പൗഡർ കൊടുത്തു എന്നുള്ളത്, കോഫി പൗഡർ കൊടുത്തു എന്ന് ഞാൻ വിചാരിച്ചിട്ടാണ് ഞാൻ സമാധാനം ഇനി കൊടുത്തോളും എന്ന് വിചാരിച്ചു. പക്ഷേ കൊടുത്തില്ല. രാവിലെ അത് തന്നെ ആടി. പിന്നെ അതിനു മുമ്പ് തന്നെ ജിസേൽ അനുമോളെ ഷോട്ടിൽ ഉയരം കുറഞ്ഞവൾ എന്നുള്ളൊരു സംബോധന ചെയ്തു. അതൊക്കെ ഒരു വളരെ മോശമാണ്. ഇപ്പം ചില ആൾക്കാർ പറഞ്ഞിട്ട് ഞാൻ ഇവരുടെ ഈ ശ്രീകലൻ പോലുള്ള കുറേ ഫേക്ക് ഐ ഡി എന്ന് പറഞ്ഞിട്ട് ഞാൻ രേണു സുധീനെ പോലെ ഇരിക്കുകയാണ്. എനിക്കത് സന്തോഷമാണ്. കാരണം രേണു സുധി സുന്ദരിയാണ്. ആ കൊച്ചിൻ്റെ ഈ ചില സമയത്ത്, എപ്പോഴുള്ളതല്ല, ചില സമയത്ത് അത് നന്നായിട്ട് പിന്നെ ലാസ്യമൊക്കെ അഭിനയിക്കുന്നതാണ്. ചില സമയത്ത് അതിൻ്റെ മുഖം കൊണ്ടുള്ള ഒരു കോപ്രായം കാണുമ്പോഴാണ് നമുക്ക് ഇഷ്ടപ്പെടാത്തത്. അല്ലാണ്ട് രേണു സുധിക്ക് എന്തോ പ്രശ്നം, അവർക്ക് വളരെ വണ്ണം കുറവെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് രേണു സുധിയുടെ ഫേസ് നല്ലതല്ലേ. സാധാരണ ഏറ്റവും നല്ല സുന്ദരികളായ സിനിമാ നടികളുടെ എല്ലാ ഫേസും ഓവൽ ഷേപ്പാണ്. മനസ്സിലായില്ലേ? അപ്പോൾ തമന്ന, എന്നെ ആൾക്കാർ തമന്ന എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. തമന്നെ പോലെ ഇരിക്കുന്നതാണ് നേരിട്ട് കാണുമ്പോൾ. സോറി, ഞാൻ എന്നെ പൊക്കുമല്ല. അപ്പോൾ എനിക്ക് രേണുസുദിനെ പോലെ ഇരിക്കുന്നപ്പോൾ എനിക്ക് സന്തോഷമാണ്. കാരണം ഓവൽ ഷേപ്പുള്ള നല്ല ഫേസ്, ക്യൂട്ട് ഫേസല്ലേ രേണുസുദിയുടെ. ആ ചുണ്ടും ആ മുഖവും അതേ ഉള്ളു വ്യത്യാസം. കാരണം നമ്മുടേത് കുഞ്ഞു ചുണ്ട് കാര്യങ്ങളൊക്കെ, അവരുടെ ഒരു വലിയ ചുണ്ട്, ആ ഒരു കുറച്ചും കൂടി വിസ്താരമുള്ള ചുണ്ട് കാര്യങ്ങൾ, ആ ഒരു വ്യത്യാസമുള്ളൂ. പല്ല് കുറച്ചും കൂടി പൊങ്ങിയിരിക്കണം, എൻ്റെ പല്ല് ഒരുപാട് ഉള്ളിൽ പോയിരിക്കണം. ഇത്രയുള്ള വ്യത്യാസം. നമ്മളൊക്കെ എങ്ങനെയെങ്കിലും മുഖം ഒന്ന് ഒട്ടിച്ച് അതേപോലെ ആവാൻ വേണ്ടി. അല്ല രേണുസുധിയെ പോലെ ഇരിക്കുമെന്ന് പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾ PR തന്നെ രേണുസുധി കൊള്ളൂല എന്ന് വെച്ചിട്ടാണോ എന്നെ തെറി വിളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് രേണുസുധിയെ പോലെ ഇരിക്കുന്നതെന്ന് പറയുന്നത്? അയ്യോ, രേണുസുധി സുന്ദരി കുട്ടിയാണ്. അവളുടെ ആ സ്വഭാവം, ചില സമയത്തെ ആ വൃത്തികെട്ട ക്യാരക്ടറാണ് നമുക്ക് ഇഷ്ടമില്ലാത്ത. ഈ നുണ പറച്ചിലും ഈ ഒരു അഹംഭാവവും അഹന്തയും ഇതൊക്കെ മാറ്റിയാൽ മതി. ഒരു കുറച്ച് വൃത്തിയും കൂടി ആയിക്കഴിഞ്ഞാൽ നല്ല കുട്ടിയാണ് അവൾ നല്ല കളിക്കട്ടെ. അത് മാത്രമാണ് ആഗ്രഹം. ഇപ്പോൾ എവിടെയും കളിക്കുന്നില്ല, എവിടെയെങ്കിലും മൂലയിൽ പോയി പതുങ്ങിയിരിക്കുന്ന കൃത്യമായ സമയത്ത് കളിക്കുന്നില്ല, ഫിസിക്കലി മെൻ്റലി വീക്കാന്ന് പറയുന്നത് ഇതൊക്കെ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ അവിടെ കളിക്കുന്നത് നല്ലതായിട്ട് കളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ലതായിട്ട് കളിക്കുമെന്ന് പറയും, കളിച്ചത് മോശമാണെങ്കിൽ നമ്മൾ മോശമാണെന്ന് പറയും. അല്ലാണ്ട് അവിടെ ഒന്നുമില്ല. അല്ലാണ്ട് രേണു സുധിയെ പോലെ ഇരിക്കുമെന്ന് പറയുമ്പോൾ ഞാനേതാണ്ടിരിക്കും, അയ്യോ
അയ്യോ എൻ്റെ അമ്മയെ രേണുസുതിയെ പോലെ ഇരിക്കുന്നത്. രേണുസുതി സുന്ദരി കുട്ടിയാണ്. ഇനിയെങ്കിലും നിങ്ങൾ PR അത് മനസ്സിലാക്കുക. രേണുസുതി നല്ല സുന്ദരി കുട്ടിയാണ്. ഞാൻ എപ്പോഴും രേണുവാനെ ആദ്യം ഞാൻ കണ്ട സമയത്ത് തന്നെ പറയും, അയ്യോ എൻ്റെ കൂട്ടുകാരിയെ പോലെ ഇരിക്കുന്നല്ലോ, അയ്യോ ഒന്നും പറഞ്ഞിട്ട് ഞാൻ ആ ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുത്തു. ഇപ്പം നിങ്ങളെ കാണിക്കാനില്ല, കാരണം അവരുടെ കൺസെൻറ്റ് ഇല്ലാതെ ഞാൻ ആ ഫോട്ടോ എങ്ങനെയാണ് ഇത്. സെയിം രേണുസുതിയുടെ പോലുള്ള ഒരു കൂട്ടുകാരി എനിക്കുണ്ട്. അവളെ എൻ്റെ റിലേറ്റീവ് ആണെന്ന് എല്ലാവരും ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. രാവിലെ എന്തായാലും അവിടെ ഭയങ്കര ബഹളമായിരുന്നു അനീഷുമായിട്ട്. അനീഷല്ല, അനുമോളുമായിട്ട് കിച്ചണിൽ എന്തായാലും പറഞ്ഞ ഉയരം കൂടിയ സ്ഥലത്താണ് ഈ കോഫി പൗഡർ കൊണ്ടുവച്ചത്. അത് വളരെ മോശമാണ്. കാരണം ഉയരം കുറഞ്ഞവൾ എന്ന് അനുമോളെ ആദ്യം തന്നെ ഈ ജിസേൽ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അവൾക്ക് എടുക്കാൻ പറ്റാത്ത സ്ഥലത്ത് അത് കണക്ക് ഒരുപാട് സാധനങ്ങൾ അനുവിനെ എടുക്കാൻ പറ്റാത്ത രീതിയിൽ വെക്കുന്നു. അതിന് നീളം കുറേ കൊള്ളാം. നീളം കുറഞ്ഞവർ നീളം കുറഞ്ഞതെന്ന് വിചാരിച്ചിട്ട് അവൾക്ക് എന്താണ് കുഴപ്പം? നമ്മുടെ എന്താ പറയുക, നീളം കുറഞ്ഞ മാഷിൻ്റെ പേര് പെട്ടെന്ന് കിട്ടുന്നുമില്ല. പോട്ടെ, ഞാനിത് എഡിറ്റൊന്നും ഇല്ലല്ലോ, ഞാൻ വെറുതെ സംസാരിക്കുന്നത് മാത്രമേ. ഇത് എഡിറ്റൊന്നും ചെയ്യാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നത് തന്നെ ഇടുവാണ് കേട്ടോ. അങ്ങനെ എഡിറ്റൊന്നും ഇതിനകത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, ഞാനിങ്ങനെ ഫ്ലോയിൽ ഇങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർത്തില്ലാതെ സ്റ്റോപ്പില്ലാതെ നോൺ സ്റ്റോപ്പായിട്ട് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരു വീഡിയോസ് ആണല്ലോ നീട്ടുന്നത്. അപ്പോൾ നമ്മുടെ ഒരു മാഷുണ്ടല്ലോ ഈ നീളം കുറഞ്ഞ അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് മകൻ. പിന്നെ അതിന് കുമാരനാശൻ, അദ്ദേഹത്തിന് നീളം ഉണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹങ്ങളും വലിയ വലിയ മഹാന്മാരൊക്കെ നീളം കുറഞ്ഞ ആൾക്കാരാണ്. നീളം കുറഞ്ഞതിനെ നിങ്ങളൊന്നും ആക്കണ്ട കേട്ടോ. ഇപ്പോൾ എനിക്കിപ്പോൾ 5 അടിയും അല്ലെങ്കിൽ 160 എന്നിട്ട് 159 സെൻറ്റിമീറ്റർ നീളം ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും 159 സെൻറ്റിമീറ്റർ അതൊക്കെയാണ്. അല്ലെങ്കിൽ 150 മേളിലാണ്, അല്ലെങ്കിൽ 155 മേളിലുണ്ടെങ്കിൽ നല്ല ദൂരമാകത്തുള്ളൂ. അങ്ങനെയുള്ളതൊന്നുമില്ല. സാധാരണ മനുഷ്യൻ എന്ന് പറയുമ്പം ഒരു 4 അടിക്ക് മേളിലുള്ള 4 അടി എന്നൊക്കെ പറയുന്നത് സാധാരണ 4.5 അടി എന്നൊക്കെ പറഞ്ഞാൽ അത്രയും മതി നീളമൊക്കെ. ആ കൊച്ചിന് നീളമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ഇത് അനുസരിച്ചാണ് ഈ ബോഡി ഷെയിം പോലെയാണ് അത് ചെയ്യുന്നത്. അത് മോശമാണ്, അത് ആരെയായാലും. അപ്പോൾ പക്ഷേ അനുമോള് നല്ല അടിപൊളിയായിട്ട് കളിക്കുന്നത്. എന്തായാലും ആ ഒരു ബഹളമായിരുന്നു രാവിലെ. അനീഷ് അതിനകത്ത് ഇടപെട്ടു. അനീഷൊക്കെ ഭയങ്കര നല്ലതായിട്ട്. അനീഷ് ഇന്നലെ അങ്ങ് ഉറങ്ങിപ്പോയിരുന്നത്. അനീഷിൻ്റെ കണ്ടൻറ്റേ ഇല്ലായിരുന്നു. അപ്പോൾ ഇന്നെന്തായാലും അനീഷ് വീണ്ടും രാവിലെ സ്ട്രോങ് ആയിട്ടുണ്ട്. എന്തായാലും അടിപൊളി സ്ട്രോങ് ആവട്ടെ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് അഭിലാഷ് നന്നായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഈ കൊച്ചി റെന ചുമ്മാ കടന്നങ്ങ് ചിലയ്ക്കുവാണ്. പിന്നെ അനീഷ് സംസാരിച്ചപ്പോൾ അക്ബർ വന്നിങ്ങനെ കൈ പൊത്തുന്നുണ്ടായിരുന്നു, തുപ്പൽ തെറിക്കുമെന്ന്. അക്ബർ അവിടെ കിടന്ന് അലറിയപ്പോൾ ആരും കണ്ടില്ലേ? അക്ബർ അവിടെ കിടന്ന് അലറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തുപ്പൽ തെറിക്ക് കുറച്ച് മാറി നിന്ന് ചെയ്യണം. ഇപ്പം കിച്ചണിൽ മാക്സിമം വഴക്കില്ലാതെ പോകണമെന്നാണ്. കിച്ചൺ എന്ന് പറയുന്നത് ഒരു പരിശുദ്ധമായ ഒരു സ്ഥലമാണ്, പവിത്രതയുള്ള ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഫുഡ് എന്ന് പറയുന്നത്, നമ്മുടെ ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലം എപ്പോഴും പവിത്രമായിട്ടിരിക്കണം അല്ലേ? കാരണം ഫുഡിനെ ഇഷ്ടപ്പെടുന്ന, തിന്നാനല്ല പാചകം ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മളെപ്പോഴും കിച്ചൺ എപ്പോഴും നീറ്റായിട്ടും കിച്ചൺ എപ്പോഴും ഒരുപാടങ്ങ് സംസാരിക്കാതെ മുടിയൊക്കെ എനിക്കത് ഇഷ്ടപ്പെട്ടു. മുടിയൊക്കെ നന്നായിട്ട് കെട്ടി വെച്ചുകൊണ്ടാണ് അനു അവിടെ നിൽക്കുന്നത്. എനിക്ക് അപ്രീഷിയബിൾ ആണ്. എനിക്ക് അനുവിന് വേണ്ടി പ്രത്യേക ഒരു വീഡിയോ ഇടണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഞാനൊക്കെ മുടി കെട്ടി നല്ലതായിട്ട് മുടി കെട്ടി ഞാനിപ്പോൾ നമ്മൾ കിച്ചൺ വർക്ക് ചെയ്യുമ്പോൾ അത് പിന്നെ ഒരു കൂടുതൽ പേർക്ക് ഫുഡ് ഉണ്ടാകും. 50 പേർക്കൊക്കെ 60 പേർക്കൊക്കെ ഫുഡ് ഉണ്ടാക്കുന്നുണ്ടാണ്. നെറ്റൊക്കെ വെച്ചിട്ടാണ് നമ്മളിത്. കാരണം മുടി പൊഴിഞ്ഞങ്ങനെ ഒരു മുടിനാരിട വീണാൽ മതി നമ്മൾ അന്നത്തെ ദിവസം. കാരണം എൻ്റെ വീട്ടിലൊക്കെ എൻ്റെ 5 ആങ്ങളമാരുടെ ഒരു സഹോദരിയാണ് ഞാൻ. അപ്പോൾ ഇവർക്കൊക്കെ ഒരു ചോറിനകത്തൊക്കെ ഒരു മുടി വീണാൽ ചിന്തിക്കാൻ കൂടി പിന്നെ അവരെ ഫുഡ് കഴിക്കൂല. അങ്ങനെ നമ്മൾ വളർന്നത്. എൻ്റെ അച്ഛനും ഒക്കെ അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര കെയർ ചെയ്യണം. മുടി വീഴുന്നത് ചിലപ്പോൾ ശരിക്കും ഭാര്യയുടെ മുടി വീണാൽ എന്തോ പ്രശ്നം, പക്ഷെ അതൊരു മൈൻഡ് കൊണ്ട് അത് പറ്റില്ല. ഒരു മുടിയൊക്കെ വേണം, മുടി ഇങ്ങനെ വലിച്ച് ചോറിൽ നിന്ന് എടുത്തിട്ട് ആ ചോറ് എങ്ങനെ കഴിക്കാൻ പറ്റും? ഞങ്ങളന്ന് ഒരു ദിവസം ഞങ്ങളിങ്ങനെ യാത്ര പോയിട്ട് വന്നപ്പം നമ്മളവിടെ ഒരു ഹോട്ടൽ, ഞാൻ ഹോട്ടലിൻ്റെ പേര് പറയുന്ന മോശമാണ്, നമ്മൾ പിന്നെ കൊല്ലം കഴിഞ്ഞിട്ട് വരുന്ന ഒരു കൊല്ലം കഴിഞ്ഞിട്ട് വരുന്ന ഒരു ഹോട്ടലിൽ കയറി ഞങ്ങൾ ചോറുണ്ണാനായിട്ട് ചോറിങ്ങനെ എടുത്തതും പിന്നെ നമ്മുടെ പ്ലേറ്റിൽ നിന്ന് ഇങ്ങനെ വലിയൊരു മുടി കണ്ടു. അപ്പോഴത്തേക്ക് ആ മുടി ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ലേഡി വന്നത് സർവീസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് കൊണ്ടുതന്നെ. അപ്പോൾ ഇങ്ങനെ സോറി സാർ അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് സാരമില്ല ഈ ചോറ് മാറ്റി. അപ്പോൾ അവർ വേറെ ചോറ് തന്നു. അപ്പോൾ അവിടെ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ മിണ്ടണ്ട. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു മിണ്ടണ്ട പോട്ടെ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കച്ചവടമാണ്. എന്നിട്ട് ഞങ്ങൾ അപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല. അപ്പോൾ അവരങ്ങനെ പേടിക്കുക. അപ്പോൾ ഞങ്ങൾ പതുക്കെ വന്ന് കഴിച്ചു. ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ആ ഫുഡങ്ങ് മാറ്റി വേറെ ഫുഡ് തന്നു. അപ്പോൾ കഴിച്ചിട്ട് നമ്മളതൊന്ന് കിച്ചൺ അവിടെ വന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു മുടി സാധനങ്ങൾ വീണിട്ടുണ്ട്. അവർ മുതലാളിയോട് തന്നെ പറഞ്ഞു, മുതലാളിയായിരുന്നു കടയിലിരുന്നത്. അപ്പോൾ മുതലാളിയോട് പറഞ്ഞു ഇങ്ങനെ ഒരു മുടി വീണിട്ടുണ്ട്, നിങ്ങളത് ശ്രദ്ധിക്കണം കേട്ടോ. ഈ നെറ്റ് കാര്യങ്ങളും ഹെയർ നെറ്റൊക്കെ ഇട്ടിട്ട് വേണം മുടി ചെയ്യാൻ. കാരണം നമ്മളായതുകൊണ്ട് ഇത് വലിയ പ്രശ്നമുണ്ടല്ലോ. സത്യം പറഞ്ഞാൽ അയാൾ ഭയങ്കര ബിഗ് താങ്ക്സ് ഒക്കെ പറഞ്ഞു. എൻ്റെ കാർഡ് ഹസ്ബൻഡിൻ്റെ കാർഡൊക്കെ വാങ്ങിച്ചു. അങ്ങനെ ഭയങ്കര അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം നമ്മൾ ഒരുപാടങ്ങ് ആൾക്കാരെ ഒന്നും കേൾപ്പിച്ചല്ലോ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് പക്ഷെ അവർ വീണ്ടും ശ്രദ്ധിക്കും. അപ്പോൾ അത് പെട്ടെന്ന് എനിക്കാണെങ്കിൽ പെട്ടെന്ന് വോമിറ്റ് ചെയ്യാൻ വന്നു. അപ്പോൾ ചില ആൾക്കാർക്ക് അങ്ങനെയാണ്. എൻ്റെ ഹസ്ബൻഡാണെന്ന് പറഞ്ഞാൽ പുള്ളി കൂളായിട്ട് അതെടുത്ത് മാറ്റിയിട്ട്
അതങ്ങ് കഴിക്കാമെന്ന് വെച്ചു. അപ്പോൾ അവർ പറഞ്ഞു യു കഴിക്കരുത്, വേറെ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അത്രയൊക്കെയുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് മുടിയൊക്കെ കെട്ടി നല്ല നീറ്റായിട്ടാണ് അനു നിൽക്കുന്നത്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തായാലും ഇന്ന് രാവിലെ നല്ല കണ്ടന്റ് ആയിരുന്നു. എല്ലാവരും കൂടി കിടന്ന് വഴക്കുണ്ടാക്കുന്ന മാത്രമല്ല കണ്ടന്റ്, പിന്നെ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇത് സംസാരിച്ച് എന്തായാലും കുറേ കുതന്ത്രശാലികളും കുറേ സേഫ് ഗെയിമേഴ്സും ഇനിയും അവിടെ ഉണ്ട്. കുറേയൊന്നുമില്ല, 2-3 പേരേ ഉള്ളൂ. 1-2 പേര് എങ്ങനെ കളിക്കണമെന്ന് അറിയാത്തത്, നമ്മുടെ രേണുവിനെയൊക്കെ പോലുള്ളവർ എങ്ങനെ കളിക്കണമെന്ന് അവർക്ക് അറിയില്ല. അങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ട്. പിന്നെ മാക്സിമം കളിക്കാൻ ശ്രമിക്കുന്നവരുണ്ട്, പക്ഷെ അത് മുന്നോട്ട് വരുന്നില്ല. പിന്നെ ശൈത്യ, പിന്നെ റെന ഫാത്തിമ എന്ന് പറയുന്ന ചുമ്മാ കിടന്ന് ചിലച്ച് സ്വയം കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ നടക്കുന്നത്. അത് പറയും ചെയ്ത് ഇതിന്റെ കണ്ടന്റാണ്. അങ്ങനെ ഒരു ആൾ ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി കണ്ടന്റ് ഇടുന്ന ഒരു വ്യക്തി. അപ്പോൾ അതൊക്കെ അത്രയ്ക്കൊരു നല്ലതായിട്ടത് തോന്നിയില്ല. എന്തായാലും നല്ല അടിപൊളി ആവട്ടെ. ബിഗ് ബോസ് 7 എന്ന് പറയുന്ന ഒരു 7ന്റെ പണി എന്ന് പറയുന്നത് 7ന്റെ പണി തന്നെയാണ് മക്കളെ. എല്ലാം മേക്കപ്പ് ഒന്നും ഇല്ലാണ്ട് വളരെ വിഷമിച്ചിരുന്ന ഡ്രസ്സിൻ്റെ കോലം കണ്ടിട്ട് അയ്യോ, ഇത് ബിഗ് ബോസിൽ പോകാൻ ആഗ്രഹിക്കുന്നവർ പോലും ഇനി പോകാൻ സാധ്യതയില്ല. കാരണം എന്തോന്നടേ, ഒരു ഷോ എന്നൊക്കെ പറയുമ്പോൾ ഒരു ഇച്ചിരിയെങ്കിലും നല്ല വൃത്തിയുള്ള ഡ്രസ്സ് കൊടുക്കണ്ടേ അവർക്ക്. ഇതൊരുമാതിരി 2 ഡ്രസ്സ് ഇട്ട് ഇന്നലെ നമ്മൾ കണ്ട ഡ്രസ്സ് തന്നെ ഇന്നും ഇടുന്നത്, ഇന്ന് കണ്ടത് തന്നെ ഇന്നലെ ഇട്ടത്. എൻ്റെ ദൈവമേ, അത് തന്നെ നമുക്കൊരു വിഷമം. അപ്പോൾ അതുകൊണ്ട് ഒരു നല്ല ഡ്രസ്സൊക്കെ കൊടുക്കും ബിഗ് ബോസ്. നമ്മുടെ വീഡിയോ ആരും കാണാനില്ല, അതുകൊണ്ട് അവർ അറിയുന്നില്ല. അപ്പോൾ ഓക്കെ ഗായ്സ്, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ, ടേക്ക് കെയർ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അപ്പോൾ ഓക്കെ, ബൈ, ടേക്ക് കെയർ.